ഗൈസ്, തായ്ലൻഡിലെ പട്ടയിൽ നിന്നും വെറും 60 തായ് ബാത്തിന് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഐലൻഡാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നീ പോകുന്ന ഐലൻഡിൻ്റെ പേരാണ് കോറൽ ഐലൻഡ്. തായ് ഭാഷയിലാണെങ്കിൽ ഇതിനെ കോലാൻ എന്നും നമുക്ക് വിളിക്കാം. വെറും 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പട്ടയിൽ നിന്ന് ഈ ഒരു ഐലൻഡിലേക്കുള്ള ദൂരം. ഇനി നമ്മൾ പോകുന്നത് ഇതുപോലെ 30 തായ് ബാത്തിൻ്റെ ഒരു പാസഞ്ചർ ബോട്ടിലാണെങ്കിൽ നമുക്ക് 45 മിനിറ്റോളം ആവശ്യമുണ്ട്. ഇനി അതല്ല നമുക്ക് പെട്ടെന്ന് എത്തണം, ഒരു 20-25 മിനിറ്റിനുള്ളിൽ എത്തണം എന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് അവൈലബിൾ ആണ്. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് സ്പീഡ് ബോട്ടും കാണാം. അതിന് 150 മുതൽ 200 തായ് ബാത്ത് വരെയാണ് അതിൻ്റെ ചാർജ്. ഈ പാസഞ്ചർ ബോട്ട് ഓരോ മണിക്കൂറിലും നമുക്ക് അവൈലബിൾ ആണ്. പട്ടയിൽ നിന്നാണെങ്കിലും ഇനിയിപ്പോൾ ആ ഐലൻഡിൽ പോയി തിരിച്ചു വരാനാണെങ്കിലും. ഇത് രാവിലെ 8 മണിക്ക് ഇതിൻ്റെ സർവീസ് തുടങ്ങി വൈകുന്നേരം 5 മണി വരെ ഈ സർവീസ് അവൈലബിൾ ആണ്. ഇനി സ്പീഡ് ബോട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ബോട്ടിലേക്ക് കയറുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് റൂം കാണാം. അത് അത്യാവശ്യം ക്ലീൻ ആണ്. പിന്നെ ഇത് 2 ഫ്ലോറാണ്, ഒന്ന് താഴെയും ഒന്ന് മുകളിലും. അത് കൂടുതൽ ആളുകളും മുകളിൽ തന്നെയാണ് ഇരിക്കാറ്, കാരണം അത്യാവശ്യം നല്ല വ്യൂ ആണ് മുകളിൽ നിന്ന് കാണുമ്പോൾ. ഇനി മുകളിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ ചെറിയ സ്റ്റെയർ കാണാം. താഴെയുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ നിങ്ങൾക്ക് മുകളിൽ കാണാം. പിന്നെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. എല്ലാവരും ഓൾറെഡി ലൈഫ് ജാക്കറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ഇടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഓൾറെഡി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ഐലൻഡിലെത്താം. നമ്മൾ ഈ ഐലൻഡിലെത്തി. ഏകദേശം 45 മിനിറ്റോളമായിരുന്നു യാത്രാ സമയം. ഈ ഐലൻഡിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ 5.6 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. 4 കിലോമീറ്റർ നീളവും ഏകദേശം 2 കിലോമീറ്റർ വീതിയും മാത്രമാണ്. ഈ ഐലൻഡിൽ മനോഹരമായ 6 ബീച്ചുകളാണുള്ളത്. അവിടെ ഓരോ ബീച്ചിലും പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ബൈക്ക് റെൻറ്റിനെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും നല്ലത് നമുക്കൊരു ബൈക്ക് റെൻറ്റിനെടുക്കുക. ഏകദേശം 200 മുതൽ 300 തായ് ബാത്ത് വരെയാണ്. റെൻറ്റിനെടുത്താൽ നമുക്ക് എല്ലാ ബീച്ചും കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു കൊച്ചു ഐലൻഡിൽ ഏകദേശം 1500 പേരോളം ജീവിക്കുന്നുണ്ട്. അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അതുപോലെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ എല്ലാം ഇവിടെയുണ്ട്, റിസോർട്ടുണ്ട്. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് ഇവിടെ പൈസ കൂടുതലാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് ഭയങ്കര ചീപ്പ് തന്നെയാണ്. ഇനി ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് വെറും 1000 രൂപ മതിയാവും. മിനിമം 1000 രൂപയുടെ റൂം ഇവിടെ അവൈലബിൾ ആണ്. ഈ ഐലൻഡും വെള്ളവും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നമ്മുടെ ലക്ഷദ്വീപ് പോലെയൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഈ ചിലവൊക്കെ കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിനേക്കാളും ചീപ്പാണ് ഇവിടെ. ഈ വലതുഭാഗത്ത് കാണുന്ന ഈ വുഡൻ വാക്ക് വേയിലൂടെ നടന്നാൽ നമുക്ക് 1ാമത്തെ ബീച്ചിലേക്ക് എത്താം. ഗൈസ്, ഇത് നോക്കൂ, എന്ത് ഭംഗിയാണല്ലോ ഇവിടെ. നല്ലൊരു വുഡൻ വാക്ക് വേ, അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് മരങ്ങളും ചെടികളും, വലതുഭാഗത്ത് മനോഹരമായ ഒരു കടലും. അതും എത്ര വൃത്തിക്കാണെന്നറിയാം ഇവിടുത്തെ ഗവൺമെൻറ്റും ജനങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ നാടുമായിട്ടൊന്ന് കമ്പയർ നോക്കണം. ഇതല്ല, ഇതിനേക്കാളും മനോഹരമായ സ്ഥലങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇതിനെ ഞാൻ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയുന്നില്ല. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ നമുക്കും ഉണ്ട് പങ്ക്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഈ ഐലൻഡിൽ വന്നു പോകുന്നത്. ഇനി നിങ്ങൾ തായ്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ഗൈഡിനെയോ അല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജിനെയോ ആശ്രയിക്കേണ്ടതായിട്ടില്ല. ഇനി നിങ്ങളൊരു ടൂർ പാക്കേജിലാണ് വരുന്നതെങ്കിൽ മിനിമം 55,000 രൂപ മുതൽ മുകളിലോട്ടാണ് അതിൻ്റെ ചാർജ്. ഇനി 55,000 രൂപയുടെ പാക്കേജിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? 3 ഡേ 2 നൈറ്റ്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 നൈറ്റ് 4 ഡേ, അങ്ങനെയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, 55,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച അടിച്ചു പൊളിച്ച് തായ്ലാൻഡിൽ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാം. അതിൻ്റെ ചെറിയൊരു കണക്ക് ഞാൻ തരാം. നിങ്ങൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുവാണെങ്കിൽ ഒരു 3 മാസം മുമ്പ് ബുക്ക് ചെയ്യുവാണെങ്കിൽ
നിങ്ങൾക്ക് 14,000 രൂപ മുതൽ 18,000 രൂപ വരെ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് തായ്ലൻഡിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു വിസ ഓൺ അറൈവൽ വിസ നിങ്ങൾക്ക് തായ്ലാൻഡിൽ അവൈലബിൾ ആണ്. അത് നിലവിൽ ആ ഓൺ അറൈവൽ വിസയ്ക്ക് അവരൊന്നും ചാർജ് ചെയ്യുന്നില്ല. അവർ മാക്സിമം ചാർജ് ചെയ്താലും 2,000 രൂപ. പക്ഷേ അവർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ അവർ വിസയ്ക്ക് ഒരു പൈസയും ചാർജ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ തായ്ലാൻഡിലേക്ക് വന്ന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് സന്ദർശിക്കേണ്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് ബാങ്കോക്ക്, മറ്റൊന്ന് പട്ടയ. പിന്നെ ഫുക്കറ്റ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. അത് കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നല്ലത്. പക്ഷേ ബാങ്കോക്ക് ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് നഗരമാണ്. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും വില കുറച്ച് കിട്ടും. ചൈനീസ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ബാങ്കോക്ക് മാക്സിമം 1-2 ദിവസം മതിയാവും. അത് എപ്പോഴും തിരിച്ചു വരുന്ന സമയത്ത് കവർ ചെയ്യുന്നതാണ് നല്ലത്. അതായത് അവസാന ദിവസങ്ങളിൽ. ആദ്യമായിട്ട് നിങ്ങൾ സന്ദർശിക്കേണ്ടത് പട്ടയയാണ്. അപ്പോൾ നിങ്ങൾ തായ്ലാൻഡിലെ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയാൽ അവിടുന്ന് ബാങ്കോക്കിലേക്ക് ഒരു ബസ്സിന് പോവുക. അത് മാക്സിമം 15 ബാത്ത്, 15 ബാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 45 രൂപ, 45 വരില്ല, 40 രൂപയോളം വരും. അതോർത്ത് ബാങ്കോക്കിലെ പോയ ശേഷം അവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ബസ് സർവീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടാക്സി. അപ്പോൾ ഗവൺമെൻറ് ബസ് സർവീസിന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ മണി 300 രൂപയ്ക്ക് നിങ്ങൾക്ക് പട്ടയയിലെത്താം. നോക്കൂ ഗൈസ്, ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ അവരുടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഓരോ സീറ്റിങ്ങും ഓരോ കാറിൻ്റെ മോഡല്, ലക്ഷറി കാറുകളുടെ മോഡല്. ഇതിനൊക്കെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് ശരിക്കും വിളിക്കേണ്ടത്. അപ്പോൾ പട്ടയയിലെത്തിയാൽ നിങ്ങൾ ഒരാഴ്ചത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം പട്ടയയിൽ സ്റ്റേ ചെയ്യാൻ നോക്കുക. പട്ടയ എന്ന് പറയുന്നത് ശരിക്കും ഒരു 24 hours മ്യൂസിക് സിറ്റിയാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ. ഇനി തായ്ലാൻഡിൻ്റെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണെങ്കിൽ പട്ടയയിലെ വാക്കിംഗ് സ്ട്രീറ്റാണ് ഏറ്റവും ബെസ്റ്റ്. വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമല്ല, അതുപോലെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നൈറ്റിൽ നിങ്ങൾക്ക് വാക്കിംഗ് സ്ട്രീറ്റിൽ എൻജോയ് ചെയ്യാം. അതിനുശേഷം അവിടുത്തെ ലോക്കലി ഫുഡ് അവൈലബിൾ ആണ്. നല്ല വെറൈറ്റി ഫുഡ്. അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ലോ ബഡ്ജറ്റിലും ഹൈ ബഡ്ജറ്റിലും ഫുഡ് അവൈലബിൾ ആണ്. ഇനി ഡേ ടൈം എൻജോയ് ചെയ്യാനാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ വരേണ്ടത് ഈ ഒരു ഐലൻഡിലേക്കാണ്. ഇത് നോക്കി എന്തൊരു ഭംഗിയാണ്. ഞാൻ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന്. ഇവിടുത്തെ ഫുഡിനൊന്നും വലിയ പൈസയൊന്നുമില്ല. ഇത് ബീച്ചിൻ്റെ സൈഡിലാണെങ്കിലും സാധാരണ റേറ്റ് തന്നെയാണ്. 99 തായ് ബാത്ത്, 69 തായ് ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനൊരു തായ് ഓംലെറ്റും പിന്നെ ആ മെനുവിൽ കണ്ട ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ തായ് ഓംലെറ്റ് കുറച്ച് ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഈ കടലിലെ ഓരോ ആക്ടിവിറ്റീസും നോക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ നമ്മുടെ തായ് ഓംലെറ്റും ഞാൻ ഓർഡർ ചെയ്ത ഐറ്റവും എത്തിക്കഴിഞ്ഞു. തായ് ഓംലെറ്റ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, വെറൈറ്റി ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത രണ്ടാമത്തെ ഐറ്റം അതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. അത് കഴിക്കാനും ഒരു സുഖമില്ല. ഈ ബീച്ച് അത്യാവശ്യം ക്രൗഡഡാണ്. ഇനി ക്രൗഡില്ലാത്ത ഒരുപാട് ബീച്ചുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഇത്ര ക്രൗഡ് വരാൻ കാരണം ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നേരെ ലാസ്റ്റ് ബോട്ടിന് തിരിച്ച് പട്ടയയിലേക്ക് പോകാം. ഇവിടെ ഓൾറെഡി ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് ബീച്ചുകളിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം, തായ്ലാൻഡിലേക്ക് ഒരു ബജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 35,000 രൂപയ്ക്ക് ഒരാഴ്ച സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ കണക്കുകളോട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം മുമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 16,000 രൂപയ്ക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വിസ ഫ്രീ ആണ്. ഫ്രീ വിസ കിട്ടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന ബുക്കിംഗ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കരുതുക. ഓൺ അറൈവൽ വിസ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണയായി അവർ ചോദിക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും നമ്മുടെ റിട്ടേൺ ടിക്കറ്റും ആയിരിക്കും. അത് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം.
അപ്പോൾ സ്റ്റേക്ക് നിങ്ങൾക്ക് അഗോഡ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് വഴി റൂമുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല റൂമുകൾ, ഡീസൻ്റായ റൂമുകൾ നിങ്ങൾക്ക് 1000-1200 രൂപയ്ക്ക് ലഭ്യമാണ്. അതൊരു 6 ദിവസത്തേക്ക് ഒരു 6500 അല്ലെങ്കിൽ 7000 രൂപ നിങ്ങൾക്ക് കണക്കാക്കാം. പിന്നെ ആവശ്യമായ ചിലവുകൾ എന്ന് പറയുന്നത് ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് അവിടെ മെയിൻ സിറ്റിയിലേക്ക് ഒരു 20 തായ് ബാത്ത് സാധാരണ ഓർഡിനറി ബസ് സർവീസ് അവൈലബിൾ ആണ്. ഒരു 20 തായ് ബാത്ത്. പിന്നെ ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് പട്ടയയിലേക്ക് ഒരു 150 തായ് ബാത്ത്. ബാങ്കോക്കിലുള്ള ബസ് സ്റ്റേഷൻ്റെ പേര് മറക്കണ്ട, എക്മൈ ബസ് ടെർമിനൽ എന്നാണ് ബാങ്കോക്കിലെ ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ 2 സൈഡിലേക്കുള്ള യാത്രാ ചെലവ് കണക്കാക്കിയാൽ ഏകദേശം 400 തായ് ബാത്ത്, അതായത് നമ്മുടെ 1000 രൂപ ഇന്ത്യൻ മണി. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും താമസത്തിൻ്റെയും ഈ യാത്രയുടെ ചിലവും കൂടെ മൊത്തത്തിൽ കണക്കാക്കിയാൽ ഏകദേശം 24,000 രൂപയാണ് നമുക്ക് ഇതുവരെയുള്ള ചിലവ്. ബാക്കി വരുന്ന ചിലവുകൾ നിങ്ങളുടെ റെഗുലറായിട്ടുള്ള എക്സ്പെൻസ് ആണ്. അതായത് ലോക്കലി യാത്ര ചെയ്യാൻ ഇപ്പോൾ ബൈക്ക് റെൻ്റ് എടുക്കുകയാണെങ്കിൽ 200 തായ് ബാത്ത്. അങ്ങനെ ഓരോ ദിവസത്തെ ചിലവുകൾ, നിങ്ങൾ ആവശ്യമുള്ള ഡ്രിങ്ക്സിൻ്റെ ചിലവുകൾ, അങ്ങനെ മൊത്തത്തിൽ എത്ര നോക്കിയാലും ഒരു 10,000 രൂപയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. ഒരു മീഡിയം ലെവലിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ചീപ്പായ ഒരുപാട് തരം ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി 7-Eleven സ്റ്റോറുകളിലാണെങ്കിൽ പ്രീ പാക്ഡ് ഫുഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മേജറായിട്ട് വരുന്ന ചിലവുകൾ ഇത്രമാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളൊരു ടൂർ പാക്കേജോ അല്ലെങ്കിൽ ഒരു ഗൈഡിനെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാവുന്ന കാര്യമാണ്. ഇനി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം തായ് കറൻസി കരുതാൻ മറക്കരുത്. ഒരു 5000 രൂപയുടെയെങ്കിലും 5000 തായ് ബാത്തെങ്കിലും കയ്യിൽ കരുതുക. തായ് കറൻസി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇനിയിപ്പോൾ തായ്ലാൻഡിൽ വന്നിട്ടാണ് നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഒരു വിഡ്രോവലിന് 350 രൂപ ട്രാൻസാക്ഷൻ ചാർജായിട്ട് നിങ്ങൾ കൊടുക്കണം. അത് ഏത് ബാങ്കാണെങ്കിലും. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ നൈറ്റ് ലൈഫ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.